പുതുമഴയായി വന്നു നീ, പുളകം കൊണ്ടു പൊതിഞ്ഞു നീ, ഒരേ മനസ്സായി നാം. ഉടലറിയാതെ ഉയരറിയാതെ അണയൂ നീ എൻ ജീവനായി വരൂ നിശാഗീതമായി. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രേതം എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ, അതായത് 80-90 കാലഘട്ടങ്ങളിൽ ജനിച്ച മലയാളികളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു രൂപമാണ് ആകാശഗംഗയിലെ നടി മയൂരിയുടേത്. മയൂരിയുടെ ജീവിതം 22-ാം വയസ്സിൽ ആത്മഹത്യയിലൂടെ പൊലിഞ്ഞു. ആ മയൂരിയുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ എത്രത്തോളം ഹൊറർ ചിത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആകാശഗംഗ എന്ന ചിത്രം ഉണ്ടാക്കിയ ഓളം ഒന്ന് വേറെ തന്നെയായിരുന്നു. ബോക്സ് ഓഫീസുകളിലെല്ലാം വലിയ ചലനം സൃഷ്ടിച്ച ആകാശഗംഗ ഇന്നും ടിവിയിൽ വന്നാൽ ഒരൽപ്പം ഭയത്തോടെ മാത്രമേ എല്ലാവരും നോക്കിക്കാണുകയുള്ളൂ. വലിയ വിജയം നേടിയ ആകാശഗംഗയിലെ മായ എന്ന യക്ഷിയെ അത്ര പെട്ടെന്നൊന്നും ആരും മറക്കില്ല. അത്രത്തോളം പേടിപ്പിക്കുന്ന ലുക്കുള്ള ഒരു യക്ഷി മലയാള സിനിമയിൽ വന്നിട്ടില്ല എന്നതാണ് സത്യം. നടി മയൂരിയായിരുന്നു ആ വേഷം മനോഹരമാക്കിയത്. പച്ച ജീവനോടെ ചിതയിൽ കത്തിയെരിഞ്ഞ ദാസിപ്പെണ്ണിന്റെ കഥാപാത്രം മയൂരിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. എന്നാൽ അന്ന് മയൂരി മലയാളിയാണെന്ന് തെറ്റിദ്ധരിച്ചവരായിരിക്കും കൂടുതൽ ആളുകളും. മയൂരി ഒരു തമിഴ് പെൺകുട്ടിയായിരുന്നു. ശാലിനി എന്ന പെൺകുട്ടിയാണ് മയൂരിയായി മാറിയത്. തമിഴിലും മറ്റും നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ വേണ്ട വിധത്തിൽ തിളങ്ങാൻ സാധിക്കാതെ പോയ ഒരു നടി കൂടിയായിരുന്നു മയൂരി. മയൂരിയുടെ അമ്മയ്ക്കായിരുന്നു ഒരു സിനിമാ നടിയായി മകളെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത്. ഈ ആഗ്രഹം കൊണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ തമിഴിലെ പല സംവിധായകരോടും ചാൻസ് ചോദിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു തമിഴ് സിനിമയിലേക്ക് മയൂരി എത്തുന്നത്. പിന്നീട് മയൂരി വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. ആദ്യ ചിത്രത്തിൽ തന്നെ ഗ്ലാമർ വേഷം ചെയ്യുവാൻ തനിക്ക് മടിയില്ലെന്നുകൂടി മയൂരി കാണിച്ചു തന്നിരുന്നു. ആദ്യ ചിത്രത്തിലെ ഗാനത്തിൽ അത് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഗ്ലാമർ വേഷം ചെയ്യുവാൻ യാതൊരു മടിയില്ല എന്ന് മയൂരി പലതവണ തെളിയിച്ചിട്ടുമുണ്ട്. പലപ്പോഴും പല സിനിമകളിലും മയൂരിയുടെ ശരീര സൗന്ദര്യം എടുത്തു കാണിക്കുന്ന ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 13-ാം വയസ്സിലായിരുന്നു മയൂരി സമ്മർ ഇൻ ബേത്ലഹേം എന്ന ചിത്രത്തിലേക്ക് എത്തുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചിത്രത്തിനു ശേഷം നൽകിയ അഭിമുഖത്തിൽ ഒരാൾ മയൂരിയോട് ചോദിച്ചത് ഇനിയും മലയാള സിനിമയിൽ സജീവമായി ഉണ്ടായിരിക്കുമോ എന്നാണ്. അന്ന് മയൂരി പറഞ്ഞത് സജീവമല്ല എങ്കിൽ പോലും മലയാള സിനിമയിൽ ഉറച്ചു നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം മികച്ച കഥാപാത്രങ്ങൾ മയൂരിയെ തേടി വന്നിരുന്നുവെങ്കിലും ഒരു സ്വപ്നം പോലെ അത് മാഞ്ഞു പോവുകയായിരുന്നു. ചിത്രീകരണ സമയമാകുമ്പോൾ ആ കഥാപാത്രങ്ങൾ മറ്റൊരാളിലേക്ക് എത്തും. ഒരുപിടി മികച്ച ചിത്രങ്ങളുടെ ഭാഗമായെങ്കിലും ഒന്നും തന്നെ മയൂരി എന്ന നടിയെ കൂടുതൽ മലയാളികൾക്ക് മനസ്സിലാക്കുവാനുള്ളത് ആയിരുന്നില്ല. ആകാശഗംഗയ്ക്ക് ശേഷം മയൂരിയുടെ കരിയറിൽ ഒരു ബ്രേക്ക് സൃഷ്ടിച്ച കഥാപാത്രം വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പല കഥാപാത്രങ്ങളിലും മയൂരി ഒരുപാട് പ്രതീക്ഷിച്ചെങ്കിലും എല്ലാം വിഫലമായി പോവുകയായിരുന്നു ചെയ്തത്. പിന്നീട് ആത്മഹത്യയിലേക്ക് പോകുന്ന സമയത്ത് മയൂരി എഴുതി വെച്ചത് ഇത്ര മാത്രമായിരുന്നു: ജീവിക്കുവാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന്. മയൂരിയെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.